हेलो एवरीवन, वेलकम बैक टू മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് യഹ് ഹമാര അധികാർ ഹെ എന്ന ചാപ്റ്റർ ആണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് തന്നെ സൂചന ക അധികാർ അധിനിയം പത്ര വ്യവഹാർ എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് നമുക്ക് നോക്കി നോക്കാം. ഭാരത് एक लोकतांत्रिक देश है. लोकतांत्रिक व्यवस्था में जनसाधारण ही देश का असली मालिक होता है. ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ലോക്താന്ത്രിക് ഡെമോക്രാറ്റിക്. അങ്ങനെ ഒരു ഡെമോക്രാറ്റിക് കൺട്രി എന്ന നിലയ്ക്ക് ഈ ദേശത്തിന്റെ ശരിയായ ഉടമസ്ഥർ, അതായത് ശരിയായ അധികാരമുള്ള ആളുകൾ ആരാണ്? സാധാരണ ജനങ്ങളാണ്. मालिक होने के नाते जनता को यह जानने का हक है कि जो सरकार उसकी सेवा के लिए बनाई गई है वह क्या, कहाँ और कैसे कर रही है. അങ്ങനെ ദേശത്തിന്റെ അധികാരം കയ്യിലുള്ളവർ എന്ന നിലയിൽ ജനങ്ങൾക്ക് ഈ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സർക്കാർ എന്ത്, എവിടെ, എങ്ങനെ ചെയ്യുന്നു എന്നറിയാനുള്ള അവകാശമുണ്ട്. 2005 में देश की संसद ने एक कानून पारित किया जो सूचना का अधिकार अधिनियम 2005 के नाम से जाना जाता है. 2005 നമ്മുടെ പാർലമെന്റ്, സൻസദ് പാർലമെന്റ് ഒരു നിയമം നടപ്പിലാക്കി. കാനൂൻ നിയമം സൂചന ക അധികാർ അധിനിയം 2005 എന്നാണ് അത് അറിയപ്പെടുന്നത്. സൂചന ക അധികാർ അധിനിയം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ട് ഉണ്ട്. നിങ്ങൾ സോഷ്യൽ സയൻസിൽ പഠിച്ചിട്ടുണ്ടാവും. 8th 9th അങ്ങോട്ട് പഠിക്കാനുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അതങ്ങനെയാണ് അറിയപ്പെടുന്നത്. इस अधिनियम में व्यवस्था की गई है कि किस प्रकार नागरिक सरकार से सूचना मांगेंगे और किस प्रकार सरकार जवाबदेह होगी. അപ്പോൾ ഈ നിയമത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓരോ സിറ്റിസണിനും സർക്കാരിന്റെ കാര്യങ്ങൾ, അതായത് ഗവൺമെന്റ് ഓഫീസിൽ നിന്നുമെല്ലാം എങ്ങനെ ഇൻഫർമേഷൻ എടുക്കാം, എങ്ങനെ അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാമെന്നും സർക്കാർ ഓഫീസുകൾ അതിന് എങ്ങനെ മറുപടി കൊടുക്കണം എന്നുള്ളതും ഈ നിയമത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. सूचना का अधिकार अधिनियम हर नागरिक को अधिकार देता है कि वह सरकार से कोई भी सवाल पूछ सके या कोई भी सूचना ले सके, किसी भी सरकारी दस्तावेज की प्रमाणित पत्री ले सके, किसी भी सरकारी दस्तावेज की जांच कर सके, किसी भी सरकारी काम की जांच कर सके, किसी भी सरकारी काम में इस्तेमाल सामग्री का प्रमाणित नमूना ले सके. അതായത് ഈ സൂചന അധികാർ അധിനിയം ഓരോ സിറ്റിസണിനും സർക്കാരിനെ ആയി ബന്ധപ്പെട്ട എന്തും ചോദിക്കാനുള്ള അവകാശം നൽകുന്നുണ്ട്. അതായത് ഏത് സർക്കാരി ദസ്താവേസ് എന്ന് പറഞ്ഞ ഡോക്യുമെന്റ് അല്ലെങ്കിൽ പ്രൂഫ്, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. അതുപോലെ പല കൺസ്ട്രക്ഷനും കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കപ്പെടുന്ന സാധനങ്ങളുടെ ക്വാളിറ്റി, അത് എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഇറക്കുമതി ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അന്വേഷിക്കാവുന്നതാണ് ഈ നിയമം ഉപയോഗിച്ചിട്ട്. ലേക്കിൻ ഇസ് നിയം മേ സൈന്യ ബൽ सीबीआई जांच जारी रहने वाले मामले विदेशी सरकारों से विश्वास के नाते प्राप्त तथा मान्य व्यक्ति के उपचार और बीमारी से जुड़ी सूचनाएं प्रदान करने से इनकार किया जा सकता है. എന്നാൽ ഈ നിയമം ഉപയോഗിച്ച് നമ്മൾ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ സൈന്യബലം, അതുപോലെ തന്നെ CBI ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കേസിനെ കുറിച്ചിട്ടുള്ള ഇൻഫർമേഷൻ, അല്ലെങ്കിൽ വിദേശ സർക്കാരുകളിൽ നിന്ന് വിശ്വാസയോഗ്യമായി ലഭിച്ച ഉന്നത വ്യക്തികളുടെ രോഗവും ശുശ്രൂഷയും എന്നിവ, ഇപ്പൊ മേൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ ഇൻഫർമേഷൻസ് കൊടുക്കുന്നതിൽ നിന്ന് നിരോധിച്ചിട്ടുണ്ട്. ബാക്കി ആദ്യം പറഞ്ഞ കുറെ കാര്യങ്ങൾ പ്രൂഫായിട്ടും അതേപോലെ തന്നെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൺസ്ട്രക്ഷൻ ഇറക്കുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഒക്കെ പ്രൂഫ്, ഡോക്യുമെന്റ്സ്, അതെല്ലാം നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ചോദിക്കാനായിട്ടുള്ള റൈറ്റ് ആണ് ഈ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് 2005 സൂചന അധികാർ അധിനിയം 2005 എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് ആ നിയമത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. നെക്സ്റ്റ് പേജിൽ യഹ് ഹമാര അധികാർ ഹെ എന്ന് പറഞ്ഞിട്ട് ആ റൂൾ തന്നെയാണ് എഴുതിയിട്ടുള്ളത്. അടുത്തതായിട്ട് വരുന്നത് ഒരു കൊളാഷ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കൊളാഷ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അതുകൂടാതെ ആ കൊളാഷിന് ഒരു അടിക്കുറിപ്പ് എഴുതാനും പറയുന്നുണ്ട്. यह चित्र बाल श्रम को व्यक्त करता है. कठिन मेहनत करने वाले छोटे बच्चों की तस्वीर है यहाँ. ഈ പിക്ചർ ബാലവേലയാണ് കാണിക്കുന്നത്. കഠിനാധ്വാനം ചെയ്യുന്ന വളരെ ചെറിയ കുട്ടികളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
यह बच्चे अपनी भूख मिटाने के लिए काम पर जाते हैं मगर यह दृश्य हमारे दिल को ठेस पहुंचाता है. ഈ കുട്ടികൾ സ്വന്തം വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ജോലിക്ക് പോകുന്നത്, പക്ഷേ ഇത് നമ്മുടെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നു. यह देश की बढ़ती आर्थिक असमानताओं की ओर इशारा करता है. ഇത് ദേശത്തിലെ കൂടിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തികമായ അസമത്വത്തെയാണ് കാണിക്കുന്നത്. ബാൽശ്രം नामक इस अभिशाप को जड़ से मिटाना बहुत जरूरी है, उसके लिए कदम उठाने होंगे. ബാലവേല എന്നുള്ള ഈ ശാപത്തെ സമൂഹത്തിൽ നിന്നും വേരോടെ പിഴുതുമാറ്റേണ്ടത് അത്യാവശ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റെപ്സ് നമ്മൾ എടുക്കണം. അടുത്തതായിട്ട് അടിക്കുറിപ്പ് നോക്കാം. ബാൽശ്രം ഘാതക് ചീൽ ബച്ചോ കോ ഉസ്കെ ഷിക്കാർ സെ ബച്ചായേം എന്നെഴുതാം, അല്ലെങ്കിൽ ബച്ചോ കോ ഉസ്കെ ചങ്കുൽ സെ ചുടായേം. അതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. ഇതിന്റെ മീനിങ് എന്ന് പറയുന്നത് ചൈൽഡ് ലേബർ വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു പരുന്താണ്, ഒരു ഈഗിളാണ്. ആദ്യത്തെ കേസ് എന്ന് പറഞ്ഞ ബാലവേലയ്ക്ക് കുട്ടികളെ പറഞ്ഞു വിടാതിരിക്കുക. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞ ഓൾറെഡി ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ അതിൽ നിന്ന് മുക്തരാക്കുക. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ഇനി പറയാൻ പോകുന്നതാണ്. ആ കാണിച്ചിട്ടുള്ള ടേബിളിലുള്ള കാര്യമാണ്. അത് നമുക്ക് ഒരു ഒഫീഷ്യൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ആണ്, ഒരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ഒരു ഒഫീഷ്യൽ ലെറ്റർ എന്തായാലും എക്സാമിന് വരാറുണ്ട്. 8 മാർക്സിനൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. അപ്പോൾ അതിന്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ ഒരു സ്റ്റാമ്പ് വരച്ചിട്ടുണ്ടാവണം. ടെക്സ്റ്റ് ബുക്കിൽ ഒരു സ്റ്റാമ്പ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്, പക്ഷെ നിങ്ങൾ എഴുതുമ്പോൾ ജസ്റ്റ് ഒരു റെക്റ്റാങ്കിൾ ബോക്സ് ആ റൈറ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ടാവണം. എന്നിട്ട് സേവാ മേ എന്ന് എഴുതി തുടങ്ങാം. അപ്പം സേവാ മേം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു എന്നുള്ള മീനിങ് ആണ്. സാർവജനിക് സൂചന അധികാരി, റോസ്ഗാർ മന്ത്രാലയ്, ഭാരത് സർക്കാർ, നയി ദില്ലി. സാർവജനിക് സൂചന അധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. റോസ്ഗാർ മന്ത്രാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊഴിൽ മന്ത്രാലയം, ഭാരത സർക്കാർ, ന്യൂഡൽഹി. ഇനി ഫസ്റ്റ് വൺ, ആവേദക് കാ നാം, അപേക്ഷകന്റെ പേര്. ഹരിത എം. ഡാക് കാ പൂരാ പത്ത, ഫുൾ അഡ്രസ്. ഹരിതം, ശാന്തിനഗർ, തിരുവനന്തപുരം 22. സൂചന കാ വിഷയ്, നൽകുന്ന വിവരത്തിന്റെ വിഷയം. बाल श्रम को रोकने के लिए रोजगार मंत्रालय द्वारा की गई कार्रवाइयों से संबंधित. ബാലവേല തടയുന്നതിനായി തൊഴിൽ മന്ത്രാലയം സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ സംബന്ധിച്ച്. കാർവായ നടപടികൾ. ഫോർത്ത് വൺ, മാംഗി ഗയി സൂചന കാ വിവരണം, ആവശ്യപ്പെടുന്ന വിവരങ്ങളുടെ വിവരണം. क्या भारत में बाल श्रम पर कानूनी रोक है? तो बाल श्रम रोकने और उसके खिलाफ समाज को सचेत करने के कौन कौन से प्रावधान है? ഇന്ത്യയിൽ ബാലവേല നിയമപരമായി തടഞ്ഞിട്ടുണ്ടോ എങ്കിൽ ബാലവേല തടയുന്നതിനും അതിനെതിരായി സമൂഹത്തെ ബോധവൽക്കരിക്കുന്നതിനും എന്തെല്ലാം ക്രമീകരണങ്ങളുണ്ട്? പ്രാവധാൻ എന്ന് വെച്ചാൽ പ്രൊവിഷൻസ്, ക്രമീകരണങ്ങൾ. മന്ത്രാലയ ദ്വാര റോസ്ഗാർ जगहों में सूचना पट लगवाने की कौन कौन सी कार्रवाइयां ली गई है? തൊഴിൽ മന്ത്രാലയം വഴി തൊഴിൽ സ്ഥലത്ത് സൂചനാ ബോർഡ് സ്ഥാപിക്കുവാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്? ബാൽശ്രം के बारे में पता चलने पर किस कार्यालय में सूचना देनी है? कार्यालय का दूरभाषा उपलब्ध करा सकते हैं. बालश्रम के लिए प्रेरित करने वालों को मिलने वाला अधिकतम दंड क्या है? ബാലവേലയെ കുറിച്ച് വിവരം ലഭിച്ചാൽ ഏത് ഓഫീസിലാണ് അറിയിക്കേണ്ടത്? ഓഫീസിന്റെ ഫോൺ നമ്പർ, ദൂർഭാഷ എന്ന് പറഞ്ഞാൽ ഫോൺ നമ്പർ ആണ് കേട്ടോ. ലഭ്യമാണോ? ബാലവേലയ്ക്ക് പ്രേരിപ്പിക്കുന്നവർക്ക് കിട്ടാവുന്ന ഏറ്റവും കൂടിയ ശിക്ഷ എന്ത്? ദണ്ഡ് ശിക്ഷ. ഫിഫ്ത് വൺ, സൂചന ഡാക് യാ ദസ്തിമേ, വിവരങ്ങൾ കത്ത് മുഖേനയോ അതോ നേരിട്ടോ? ഡാക്ക് എന്ന് വെച്ചാല് പോസ്റ്റൽ വഴിയാണ്, ദസ്തി നേരിട്ട്. അപ്പോൾ അതിനുള്ള ആൻസർ ആണ് ഡാക് ദ്വാര, പോസ്റ്റലായിട്ടാണ്. എന്നിട്ട് ലെഫ്റ്റ് സൈഡില് പ്ലേസും ഡേറ്റും കൊടുക്കുക, റൈറ്റ് സൈഡില് സിഗ്നേച്ചറും പേരും കൊടുക്കുക. ഇത് ഒരു എക്സാമ്പിൾ ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ലെറ്റർ എഴുതേണ്ടതിന്റെ ഫോർമാറ്റ് എന്ന്. ഒരു കാര്യം ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ സ്റ്റാമ്പ് വരയ്ക്കുന്നതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ലെറ്ററിനും ഡയറിക്കും പോസ്റ്ററിനൊക്കെ ഓരോ ഫോർമാറ്റ് ഉണ്ടല്ലോ, അതേപോലെ ഹിന്ദിയിലെ ഒഫീഷ്യൽ ലെറ്ററിന്റെ ഫോർമാറ്റാണ് ഈ സ്റ്റാമ്പ് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ചില ടീച്ചേഴ്സ് പറയുന്നുണ്ട് സ്റ്റാമ്പ് വരച്ചില്ലെങ്കിൽ മാർക്ക് കട്ട് ചെയ്യുമെന്ന്, ചിലർ പറയുന്നുണ്ട് കട്ട് ചെയ്യില്ല എന്ന്. പക്ഷെ
എൻ്റെ എക്സ്പീരിയൻസിൽ മാർക്ക് കട്ട് ചെയ്യും. നിങ്ങളുടെ ഒരു ചെറിയ അശ്രദ്ധ കാരണം ഫുൾ മാർക്ക് കിട്ടേണ്ട പേപ്പറിൽ ചിലപ്പം സ്റ്റാമ്പ് വരച്ചില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് മാത്രം അത് കട്ടായി പോവാം. ഇവിടെ കൊടുത്തിട്ടുള്ള മാർക്ക് ഷീറ്റ് കണ്ടു കഴിഞ്ഞാൽ, അല്ല ഹിന്ദിയിലെ മാർക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് ഇയറിൽ 99 ഔട്ട് ഓഫ് 100 എന്നാണ് എടുക്കുന്നത്. അത് ഈ സ്റ്റാമ്പ് വരച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. ബട്ട് ലക്കിലി സ്റ്റാമ്പ് വരയ്ക്കാൻ മറന്നിട്ടും ആ ക്വസ്റ്റ്യൻസിന് ഫുൾ മാർക്ക് കിട്ടുന്നവരുണ്ട്. പക്ഷെ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കണം. മാക്സിമം ഈ ക്വസ്റ്റ്യനൊക്കെ ഫുൾ മാർക്കിനെ വാങ്ങിക്കാൻ നോക്കുക, കാരണം ഇതൊക്കെ എളുപ്പമാണ്. എനിക്കോ അങ്ങനെ ഒരു അബദ്ധം പറ്റി, നിങ്ങൾക്ക് അങ്ങനെ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ആ 1 മാർക്കിനും വാല്യൂ ഉണ്ട്. അപ്പോൾ എല്ലാവരും ആ സ്റ്റാമ്പിൻ്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക, ഫോർമാറ്റ് പഠിച്ചിരിക്കുക. പിന്നെ മെറ്റീരിയൽസ്, അതായത് ഈ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആർക്കാണ് നമ്മൾ എഴുതേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യണ ക്വസ്റ്റ്യനിൽ ഉണ്ടായിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പത്ര കെ ആധാർ പർ ലിഖേ. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള ലെറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് ഈ വേർഡ്സ് ഫില്ല് ചെയ്യേണ്ടത്. ഭേജ്നെ വാല, സെൻഡ് ചെയ്യുന്ന ആള് ഹരിത എം. പാനെ വാല, റിസീവ് ചെയ്യുന്ന ആള് സാർവജനിക് സൂചന അധികാരി, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ. സ്ഥാൻ തിരുവനന്തപുരം. विषय, बाल श्रम को रोकने के लिए रोजगार मंत्रालय द्वारा की गई कार्रवाइयों से संबंधित. दिनांक, डेट 10/7/2014. नेक्स्ट क्वेश्चन, पाठकनामा पढ़ें. सरकारी उच्च माध्यमिक स्कूल चिट्टारी परंब में लगभग 3000 छात्र अध्ययन कर रहे हैं. वे शहर की विभिन्न जगहों से आते हैं. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഏകദേശം 3000 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ പട്ടണത്തിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വരുന്നവരാണ്. അധികാംശ ഛാത്ര ബസ് കാ സഹാര ലേത്തെ ഹൈ. ബസ് കം ഹോനെ കി വജഹ സെ ഛാത്രോं को बड़ी परेशानी होती है. കൂടുതൽ കുട്ടികളും ബസ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. എന്നാൽ ബസ്സുകൾ കുറവായതിനാൽ വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. अधिकारियों के सामने कई बार यह समस्या लाई गई पर कोई फायदा नहीं हुआ. जल्द ही जल्द इस पर कार्रवाई करने की जरूरत है. പല പ്രാവശ്യം ഇക്കാര്യം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു, എന്നാൽ ഒരു ഫലവും ഉണ്ടായില്ല. എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ നടപടിയെടുക്കേണ്ടത് ആവശ്യമാണ്. രാജേഷ് കുമാർ, സദസ്യ അധ്യാപക് അഭിഭാവക് സംഘ്. രാജേഷ് കുമാറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അധ്യാപക് അഭിഭാവക് സംഘ് എന്ന് പറഞ്ഞ PTA, പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ മെമ്പറാണ് രാജേഷ് കുമാർ. पाठकनामा के विषय पर क्या कार्रवाई की गई है उसकी जानकारी पाने के लिए सार्वजनिक सूचना अधिकारी जिला परिवहन कार्यालय कन्नूर के नाम एक सूचना अधिकार पत्र तैयार करें. വായനക്കാരന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസിലെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറിന് ഒരു വിവരാവകാശ കത്ത് തയ്യാറാക്കണം. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി സേവാ മേമില് എന്താണ് എഴുതേണ്ടത്. സാർവജനിക് സൂചന അധികാരി, പിന്നെ ഇവിടെ കൊടുത്തിട്ടുള്ളത് ജില്ലാ പരിവഹൻ കാര്യാലയ് കണ്ണൂർ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഫോമാറ്റ്. അതില് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള പിക്ചറിൽ സൈഡിൽ സ്റ്റാമ്പ് വരച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾ വരയ്ക്കണം കേട്ടോ. എന്നിട്ട് ഫസ്റ്റ് പ്രേഷക്. പ്രേഷക് എന്ന് പറഞ്ഞാൽ ലെറ്റർ അയക്കുന്ന ആള്. ഫ്രം രാജേഷ് കുമാർ, സദസ്യ അധ്യാപക് അഭിഭാവക് സംഘ്, സർക്കാരി ഉच्च മാധ്യമിക് സ്കൂൾ ചിറ്റാരിപ്പറമ്പ്. സേവാമേ, ആർക്കാണോ അയക്കുന്നത്. ടു സാർവജനിക് സൂചന അധികാരി ജില്ലാ പരിവാഹൻ കാര്യാലയ് ഭാരത് സർക്കാർ കണ്ണൂർ. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ കിട്ടിയതാണ്. മഹോദയ്, മഹോദയ് എന്ന് വെച്ചാൽ സർ. വിഷയ് സബ്ജക്റ്റ് बसों की कमी के बारे में परिवहन कार्यालय द्वारा की गई कार्रवाइयों से संबंधित. ബസ്സുകളുടെ എണ്ണത്തിലുള്ള കുറവിനെ കുറിച്ച് ഡിസ്ട്രിക്ട് ട്രാൻസ്പോർട്ട് ഓഫീസിൽ നിന്നും എടുത്ത നടപടികളെ സംബന്ധിച്ച്. സന്ദർഭ് സൂചന കാ അധികാർ അധിനിയം 2005. ഏത് നിയമത്തിനെ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഇത് ചോദിക്കുന്നത്, ഈ ഇൻഫർമേഷൻ സീക്ക് ചെയ്യുന്നത്. ഇനി അതിന്റെ താഴെ എഴുതേണ്ടത് നമുക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. फर्स्ट वन, शहरों से गांवों की ओर कितने बस है? क्या उन बसों में पर्याप्त छात्रों को चढ़ने देते हैं? പട്ടണത്തിൽ നിന്നും ഗ്രാമത്തിലേക്ക് എത്ര ബസ്സുകളുണ്ട്? ആ ബസ്സുകളിലെല്ലാം ആവശ്യത്തിന് കുട്ടികളെ കയറ്റുന്നുണ്ടോ? शहरों से गांवों की ओर ज्यादा बसें चलाने के लिए कौन कौन से प्रावधान है?
അപ്പൊ ഈ ഗ്രാമവും പട്ടണവും തമ്മിൽ ഓടുന്ന ബസ്സുകളുടെ എണ്ണം കൂട്ടുന്നതിന്, കൂടുതൽ ബസ്സുകൾ ഓടിക്കുന്നതിന് എന്തെല്ലാം പ്രൊവിഷൻസ് ആണുള്ളത്? थर्ड वन, छात्रों की यात्रा संबंधित परेशानियां दूर करने के लिए क्या क्या कार्रवाइयां की गई है? അപ്പോൾ കുട്ടികളുടെ സ്റ്റുഡൻസിന്റെ ഈ യാത്രയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം നടപടികളാണ് എടുത്തിട്ടുള്ളത്? സൂചന ഡാക് യാ ദസ്തീമേ, അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസ്റ്റൽ വഴിയാണോ നേരിട്ടാണോ ഇത് കൊടുക്കുന്നത്? പോസ്റ്റൽ വഴിയാണ്, ഡാക് ദ്വാര. എന്നിട്ട് ലെഫ്റ്റ് സൈഡില് പ്ലേസും ഡേറ്റും എഴുതുക, റൈറ്റ് സൈഡില് ഭവതി ഹസ്താക്ഷർ രാജേഷ് കുമാർ. ഈ ലെറ്റർ ഇത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈസിലി സ്കോർ ചെയ്യാം, കാരണം എല്ലാ കണ്ടന്റ്സും നിങ്ങൾക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. അതിൽ നിന്ന് ഈ ലാസ്റ്റ് വരുന്ന ആ ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുള്ളൂ. ഇനി ഇതിന്റെ താഴെ ഈ ഇഷ്യൂവിനെ തന്നെ ആയി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ലെറ്ററിൽ ചേർക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് വേറെ ഞാൻ പറഞ്ഞു തരാം. അത് എന്റെ ലെറ്ററിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, അല്ലാണ്ട് എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരാണ്. चिट्टारी परंब से शहर में जाने के लिए बसें पर्याप्त है क्या? अथवा वहां से जाने वाली कितनी बस है? ചിറ്റാരിപ്പറമ്പിൽ നിന്നും പട്ടണത്തിലേക്ക് പോകുവാൻ ആവശ്യത്തിന് ബസ്സുകൾ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ എത്ര ബസ്സുകൾ ഉണ്ട്? സെക്കൻഡ് വൺ, ഉൻകെ സമയ താലിക കിസ് പ്രകാർ ഹെ, അതിന്റെ ടൈമിംഗ് എങ്ങനെയാണ്? ഓരോ ബസ്സും എത്ര മണിക്കാണ് പോകുന്നത്? ബസ് സമയ പർ നഹി ആയേ തോ കിസ് കാര്യാലയ മേ സൂചന ദേനി ഹെ, ബസ് സമയത്തിന് വന്നില്ലെങ്കിൽ ഏത് ഓഫീസിലാണ് അത് അറിയിക്കേണ്ടത്? ഇസ് ഗൽത്തി പർ മിൽനെ വാല അധിക്തം ദണ്ഡ് ക്യാ ഹെ, അതായത് ഈ മിസ്റ്റേക്കിന് ലഭിക്കാവുന്ന ഏറ്റവും കൂടിയ പണിഷ്മെന്റ് എന്താണ്? കാര്യാലയ കാ ദൂർഭാഷ ഉപലബ്ധ ഹെ യാ നഹി, ഓഫീസിലത്തെ ഫോൺ നമ്പർ അവൈലബിൾ ആണോ അല്ലയോ?